നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവരോ സ്നേഹിച്ചവരോ നിങ്ങളെ തനിച്ചാക്കിപ്പോയൊരു സാഹചര്യമുണ്ടായിട്ടുണ്ടോ? ആ നിമിഷത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ട ആ ശൂന്യതയെയും ഭയത്തെയും കുറിച്ചൊന്ന് ഓർത്തു നോക്കൂ. നിങ്ങളുടെ ചുറ്റും ലോകം മുഴുവൻ ഇരുണ്ടുപോകുന്നതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. നമ്മൾ ജനിക്കുന്നത് മുതൽ ചുറ്റും എപ്പോഴും ആളുകൾ വേണമെന്ന് സമൂഹത്താൽ പഠിപ്പിക്കപ്പെട്ടവരാണ്. ഒറ്റയ്ക്കാവുക എന്നത് വലിയൊരു ശാപമാണെന്നും വിജയം എന്നത് എപ്പോഴും ഒരുപാട് ആളുകളുടെ നടുവിൽ പ്രശംസകൾ ഏറ്റുവാങ്ങി നിൽക്കുന്നതാണെന്നും നമ്മൾ വിശ്വസിച്ചു പോരുന്നു. കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്കൊരു സുരക്ഷിതത്വം തോന്നാറുണ്ട്. ആരെങ്കിലും നമ്മെ നയിക്കാനുണ്ടാകും, അല്ലെങ്കിൽ വീഴുമ്പോൾ താങ്ങാനുണ്ടാകും എന്ന മിഥ്യാധാരണയാണ് ഈ സുരക്ഷിതത്വത്തിന് കാരണം. എന്നാൽ ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിൽ പ്രപഞ്ചം നമ്മളെ ബോധപൂർവം തനിച്ചാക്കും. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് അകന്നുപോകും. അത് നമ്മളെ ശിക്ഷിക്കാനല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ ശക്തിയെ നമ്മൾ തന്നെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. മഹാനായ ആചാര്യ ചാണക്യൻ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായി തന്റെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാനും ഒറ്റയ്ക്ക് നടക്കാനും പഠിക്കുന്നവൻ മാത്രമേ ജീവിതത്തിൽ അസാധാരണമായ വിജയങ്ങൾ നേടുകയുള്ളൂ എന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഏകാന്തതയെ ഭയക്കുന്നതിന് പകരം നാം അതിനെ സ്നേഹിക്കേണ്ടത് എന്നും, ഒറ്റയ്ക്കുള്ള ഈ യാത്ര എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നതെന്നും നമ്മൾ ഇന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നു. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി പറയട്ടെ, ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഒരു പുതിയ കാഴ്ചപ്പാട് നൽകും എന്നതിനാൽ ഇപ്പോൾ തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ആചാര്യ ചാണക്യൻ തന്റെ ജീവിതത്തിൽ സമാനതകളില്ലാത്ത ഒറ്റപ്പെടൽ അനുഭവിച്ച വ്യക്തിയായിരുന്നു. നന്ദവംശത്തിലെ രാജാവായ ധനനന്ദൻ തന്റെ രാജസദസ്സിൽ വെച്ച് ചാണക്യനെ അപമാനിച്ച് പുറത്താക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ അവിടെ ആരുമുണ്ടായിരുന്നില്ല. വലിയൊരു സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയോട് ഒറ്റയ്ക്ക് പോരാടാൻ അദ്ദേഹം തീരുമാനിച്ച നിമിഷം അത് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് പലരും കരുതിയിരിക്കാം. സ്വന്തമായൊരു സൈന്യമോ സമ്പത്തോ ഇല്ലാതിരുന്നിട്ടും ആ ഒറ്റപ്പെടലിനെ അദ്ദേഹം തന്റെ ഏറ്റവും വലിയ ആയുധമാക്കി മാറ്റി. അവിടെ നിന്നാണ് മൗര്യ സാമ്രാജ്യമെന്ന വലിയ ചരിത്രം ജനിക്കുന്നത്. ചാണക്യനീതി പ്രകാരം ഈ ലോകത്ത് നിരുപാധികമായി നമ്മളെ സ്നേഹിക്കുന്ന ആരും തന്നെയില്ല. ഓരോ ബന്ധത്തിന് പിന്നിലും ചെറുതെങ്കിലും എന്തെങ്കിലും ഒരു സ്വാർത്ഥ താൽപര്യം ഒളിഞ്ഞിരിപ്പുണ്ടാകും. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സങ്കടം തോന്നിയേക്കാം. എന്നാൽ ഇതാണ് മാറ്റാൻ കഴിയാത്ത ഏറ്റവും വലിയ സത്യം. ഈ സത്യം മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഒരിക്കലും തനിച്ചാകുന്നതിൽ ഭയം തോന്നില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ നടക്കുമ്പോൾ ആദ്യമൊക്കെ നിങ്ങളുടെ കൂടെ ആളുകൾ ഉണ്ടായേക്കാം. എന്നാൽ പ്രതിസന്ധികൾ വരുമ്പോൾ അവർ പതുക്കെ പിന്മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കേണ്ടതിന്റെ ആവശ്യകത വരുന്നത്. മറ്റൊരാൾ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങളുടെ യാത്ര നിങ്ങൾ ഒരിക്കലും അവസാനിപ്പിക്കരുത്. ആകാശത്ത് ഉയർന്നു പറക്കുന്ന കഴുകനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കഴുകൻ എപ്പോഴും ഒറ്റയ്ക്കാണ് പറക്കുന്നത്. മറ്റ് ചെറിയ പക്ഷികളെപ്പോലെ കൂട്ടമായി പറക്കാൻ കഴുകൻ ഒരിക്കലും ശ്രമിക്കാറില്ല. നിങ്ങൾ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾ സ്വപ്നം കാണുന്ന ഒരാളാണെങ്കിൽ ആൾക്കൂട്ടത്തിൽ നിന്നും നിങ്ങൾ മാറി നടക്കേണ്ടിവരും. സാധാരണക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കില്ല. നിങ്ങൾ അവരുമായി നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവർ അവരുടെ ഭയങ്ങളും ആശങ്കകളും നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. അതുകൊണ്ടുതന്നെ ചാണക്യൻ പറയുന്നു, വലിയ ലക്ഷ്യങ്ങളുള്ളവൻ അവന്റേതായ ഏകാന്തത കണ്ടെത്തണം എന്ന്. ഈ ഏകാന്തതയിൽ മാത്രമേ അവന് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നത് നിങ്ങൾ തനിച്ചായിരിക്കുമ്പോഴാണ്. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ചുറ്റുമുള്ള ആളുകളുടെ ബഹളങ്ങളിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കണം. പലപ്പോഴും നമ്മൾ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾക്ക് കാരണം മറ്റുള്ളവരുടെ സ്വാധീനമാണ്. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധി കൂടുതൽ വ്യക്തതയോടെ പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ശരിയും തെറ്റും കൃത്യമായി വേർതിരിച്ചറിയാൻ സാധിക്കും. ഒറ്റപ്പെടൽ അനുഭവപ്പെടുമ്പോൾ പലരും കടുത്ത വിഷാദത്തിലേക്ക് പോകാറുണ്ട്. തനിക്ക് ആരുമില്ലല്ലോ എന്ന ചിന്ത അവരെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നും. എന്നാൽ അതിനെ ഒരു വലിയ അവസരമായി മാറ്റാനാണ് ചാണക്യൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. തനിച്ചാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്താനുള്ള സമയം ലഭിക്കുന്നു. നിങ്ങളുടെ പോരായ്മകൾ എന്തൊക്കെയാണെന്നും നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണെന്നും തിരിച്ചറിയാൻ ഇതിലും വലിയൊരു അവസരമില്ല. മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയം നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. എന്ത് നേടണം, എങ്ങനെ നേടണം എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു പ്ലാൻ തയ്യാറാക്കുക. നിങ്ങളുടെ ശ്രദ്ധ മുഴുവനായി നിങ്ങളുടെ വളർച്ചയിലേക്ക് മാറ്റുക. ആളുകൾ നിങ്ങളെ ഒഴിവാക്കുമ്പോൾ ആ സമയമത്രയും നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കുക. ശാരീരികമായും മാനസികമായും കൂടുതൽ കരുത്തനാവുക. മറ്റുള്ളവർ നിങ്ങളെ അവഗണിച്ചതിനെക്കുറിച്ച് ഓർത്ത് വിലപിക്കുന്നതിന് പകരം അവർക്ക് മുന്നിൽ ഒരു വലിയ വിജയമായി ഉയർന്നുവരാൻ ഈ സമയം വിനിയോഗിക്കുക. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദന നൽകുന്നത് മറ്റുള്ളവരിൽ നിന്നുള്ള പ്രതീക്ഷകളാണ്.
നമ്മളൊരാളെ അമിതമായി ആശ്രയിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും സങ്കടവും അവരുടെ നിയന്ത്രണത്തിലാകുന്നു. അവർ നമ്മളോട് നന്നായി പെരുമാറിയാൽ നമ്മൾ സന്തോഷിക്കുന്നു, അവർ നമ്മളെ അവഗണിച്ചാൽ നമ്മൾ തകർന്നുപോകുന്നു. എന്നാൽ ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുന്ന ഒരാൾക്ക് ഈ പ്രശ്നമില്ല. അയാളുടെ സന്തോഷത്തിന്റെ താക്കോൽ അയാളുടെ സ്വന്തം കൈകളിൽ തന്നെയായിരിക്കും. മറ്റൊരാളുടെ പ്രശംസയ്ക്കോ അംഗീകാരത്തിനോ വേണ്ടി അയാൾ കാത്തുനിൽക്കില്ല. ചാണക്യൻ തന്റെ ജീവിതത്തിൽ നേരിട്ട നിരവധി ചതികളിൽ നിന്നും പഠിച്ച ഏറ്റവും വലിയ പാഠം ഇതായിരുന്നു: ആരെയും അന്ധമായി വിശ്വസിക്കരുത്, സ്വന്തം കാര്യങ്ങൾക്കായി മറ്റാരെയും ആശ്രയിക്കുകയും അരുത്. ഈ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകും. ലോകത്തിൽ ആരുമില്ലെങ്കിലും എനിക്ക് മുന്നോട്ടു പോകാൻ സാധിക്കും എന്ന തിരിച്ചറിവാണ് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശക്തി. ആ ശക്തി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും നിങ്ങളെ വിട്ടുപോയാലും അതൊന്നും നിങ്ങളെ ബാധിക്കുകയേയില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങളും പദ്ധതികളും രഹസ്യമായി സൂക്ഷിക്കാൻ ചാണക്യൻ നിർദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ആളുകളുമായി ഇടപഴകുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അറിയാതെയാണെങ്കിലും മറ്റുള്ളവരോട് പറഞ്ഞുപോകാൻ സാധ്യതയുണ്ട്. ആളുകൾ അത് കേട്ട് നിങ്ങളെ പരിഹസിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചേക്കാം. നിങ്ങളുടെ വിജയത്തിന് തടസ്സം നിൽക്കാൻ അവർക്ക് സാധിച്ചില്ലെങ്കിലും അവരുടെ നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കും. എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കുള്ളൊരു യാത്രയിലാണെങ്കിൽ നിങ്ങളുടെ രഹസ്യങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമായിരിക്കും. ശബ്ദമില്ലാതെ പ്രവർത്തിക്കുക. നിങ്ങളുടെ വിജയം മറ്റുള്ളവർക്കുള്ള വലിയൊരു മറുപടിയാകട്ടെ. ഏകാന്തതയിൽ രൂപപ്പെടുന്ന ആശയങ്ങൾക്ക് അപാരമായ ശക്തിയുണ്ടാകും. അവിടെ മറ്റാരുടെയും സ്വാധീനമുണ്ടാകില്ല. തികച്ചും നിങ്ങളുടെ സ്വന്തമായ ബുദ്ധിയിലാണ് അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ആരും കാണാതെ നിശബ്ദമായി വിയർപ്പൊഴുക്കുന്നവൻ നാളെ എല്ലാവരും കാണുന്ന രീതിയിൽ തിളങ്ങും. പലർക്കും സമൂഹത്തിൽ മോശം പേര് കേൾക്കാനോ ആളുകൾ ഒറ്റപ്പെടുത്താനോ വലിയ ഭയമാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി ജീവിക്കാനാണ് മിക്കവരും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി പലപ്പോഴും സ്വന്തം താത്പര്യങ്ങൾ പോലും അവർ ബലികഴിക്കും. എന്നാൽ യാഥാർത്ഥ്യമതല്ല. നിങ്ങൾ ശരിയായ വഴിയിലൂടെയാണ് നടക്കുന്നതെങ്കിൽ പലരും നിങ്ങളെ എതിർക്കാൻ വരും. നിങ്ങൾക്ക് പല സുഹൃത്തുക്കളെയും ആളുകളെയും നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ ആ നഷ്ടങ്ങളെ ഓർത്ത് നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കരുത്. കാരണം നിങ്ങളുടെ യാത്രയിൽ അനാവശ്യമായ ഭാരങ്ങൾ പ്രകൃതി തന്നെ ഒഴിവാക്കി മാറ്റുന്നതാണ്. നിങ്ങളെ മനസ്സിലാക്കാത്ത ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുന്നതാണ് നിങ്ങൾക്കെപ്പോഴും നല്ലത്. ഒറ്റയ്ക്ക് നടക്കാൻ തീരുമാനിക്കുന്ന നിമിഷം നിങ്ങളുടെ ഉള്ളിലെ ഭയം ഇല്ലാതാകും. നിങ്ങൾക്ക് ആരെയും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ പൂർണ്ണമായും സ്വതന്ത്രനാകും. ആ സ്വാതന്ത്ര്യമാണ് നിങ്ങളുടെ ചിന്തകളെ വിശാലമാക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ ചിന്തകൾ നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ അനുഭവങ്ങളുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യുകയും ചെയ്യുക. ഒറ്റയ്ക്കുള്ള ഈ യാത്ര നിങ്ങളെ ഒരു സാധാരണ മനുഷ്യനിൽ നിന്നും അസാധാരണനായ ഒരാളായി മാറ്റും. എല്ലാ പ്രതിസന്ധികളെയും ഒറ്റയ്ക്ക് നേരിടുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഇരുമ്പുപോലെ കരുത്തുറ്റതാകും. പിന്നീട് ജീവിതത്തിൽ എന്തു വലിയ പ്രശ്നം വന്നാലും നിങ്ങൾ തളരില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിയാം. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറും. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് നമ്മളെ കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കും. മറ്റാരുടെയും സഹതാപത്തിനു വേണ്ടി കാത്തുനിൽക്കാതെ നമ്മൾ സ്വയം പോരാടാൻ തുടങ്ങും. ആ പോരാട്ടത്തിന്റെ അവസാനം തീർച്ചയായും വിജയമായിരിക്കും. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ലോകത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നവരെല്ലാം ഏതോ ഒരു ഘട്ടത്തിൽ തീർത്തും ഏകാന്തമായ പാതയിലൂടെ നടന്നവരാണ്. അവരെ ആരും മനസ്സിലാക്കിയില്ല, അവർക്ക് ആരുടെയും പിന്തുണ ലഭിച്ചില്ല. എന്നിട്ടും അവർ പിന്മാറാതെ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുത്തു. അതാണ് ഏകാന്തതയുടെ ശക്തി. ഏകാന്തത എന്നത് ഒരു കുറവല്ല, അതൊരു മഹത്തായ ശക്തിയാണ്. അത് നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്ന ഇടമാണ്. ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് തനിച്ചായിരുന്ന് ലോകം കീഴടക്കുന്നത്. മറ്റുള്ളവർ നിങ്ങളുടെ കൂടെ നടക്കാൻ തയ്യാറാണെങ്കിൽ അവരെ ഒപ്പം കൂട്ടുക. എന്നാൽ ആരും വന്നില്ലെങ്കിലും മുന്നോട്ട് തന്നെ നടക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം.